ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ മുണ്ടേത്ത് പാലം നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഈ സംസ്ഥാന പാതയുടെ ഭാഗമായി മുണ്ടേത്ത് പാലം നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പൊടിപടലങ്ങൾ കൊണ്ട് ഇതിലൂടെ വാഹനങ്ങൾക്ക് യാത്രകൾ പോകാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല, വ്യാപാരികൾക്ക് ഇരട്ടി ദുരിതവുമാണ്. ഈ ദുരിതത്തിന് പരിഹാരം തേടി ഒരുപാട് വട്ടം വ്യാപാരികൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ പദ്ധതിയാണ്. പക്ഷേ ഇങ്ങനെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് അത് എത്രമാത്രം വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാണ്, ദുരിതമാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ സമരം, അതായത് സമര വിളംബര ജാഥയും ഈ മാനത്തുമംഗലം ജംഗ്ഷനിൽ ഒരു ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന ഒരു മുന്നറിയിപ്പാണ്. എന്ത് പറയുന്നു PTS മൂസു, മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ്? ഈ എപ്പോഴും ഇങ്ങനെ അധികാരികൾ നാളെ ശരിയാക്കും, മറ്റന്നാൾ ശരിയാക്കും എന്ന് പറയുന്നല്ലാതെ ഒരിക്കലും ഇത് ശരിയാക്കി കിട്ടൂല എന്ന് തന്നെയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ സമരം തുടരേണ്ടി വരുമോ? ഇന്ന് ഞങ്ങൾ ഒരു സൂചനാ സമരമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത തവണ ഞങ്ങൾ റോഡുകളെല്ലാം ഉപരോധിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ജീവൻ മരണ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങും. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു സൂചനാ സമരമാണ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഇവിടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ സമര രംഗത്തുണ്ടാവും. കാരണം ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഇവിടെ സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കൊടുത്ത് സർക്കാരിൻ്റെ എല്ലാ നികുതികളും നൽകി രാവിലെ മുതൽ വൈകുന്നേരം ചെയ്യുന്ന കച്ചവടക്കാർ ഈ പൊടിശല്യം കാരണം ഇന്നും ആ രോഗികളായി മാറിയിരിക്കുകയാണ്. ഇവിടെ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കാൻ തൊഴിലാളികളെ വരെ കിട്ടാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഞങ്ങളൊരു പ്രക്ഷോഭം ഇന്ന് തുടക്കം മാത്രമാണ്. ഇതിൻ്റെ രണ്ടാം ഘട്ടം ഞങ്ങൾ എങ്ങനെ വേണമെന്നുള്ളത് ആലോചിച്ച് ഇത് തീരുന്ന അധികൃതരുടെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും തുടർ സമരങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങും. ഏതായാലും വ്യാപാരികളുടെ ഈ പ്രതിഷേധം ഒരു സൂചന എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ സൂചന ഒരു മുന്നറിയിപ്പ് തന്നെയായിരിക്കും. ഇതുകൊണ്ടൊന്നും പിന്നോട്ടില്ല, ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യാപാര പ്രമുഖർ, വ്യാപാര മേഖലയിലെ ഭാരവാഹികൾ നമ്മോട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ നിങ്ങൾ പെരിന്തൽമണ്ണയെ വിലയിരുത്തുന്നത് ഈ റോഡ്, ഇവിടുത്തെ ഗതാഗത തടസ്സങ്ങൾ, അങ്ങാടിപ്പുറത്തെ ഗതാഗത തടസ്സങ്ങൾ, ഇതൊക്കെ നമ്മളെ നാടിനെ ബാധിക്കുന്നു, ഇവിടേക്ക് വരുന്ന ആളുകളെ ബാധിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് കച്ചവടക്കാർക്ക് എല്ലാത്തിൻ്റെയും അവസ്ഥ നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. റോഡ് തകർന്നാലും, റോഡിലെ കുഴികളാണെങ്കിലും, വാഹന ഗതാഗത തടസ്സമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഏക വിഭാഗം നമ്മുടെ കച്ചവടക്കാരാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ നടത്തിയ ശക്തമായ ഒരു സമരമാണ്. ആ സമരം അധികൃതർക്കൊരു മുന്നറിയിപ്പ് തന്നെയാണെന്ന് ഭാരവാഹികൾ പറയുന്നുണ്ട്. സമരം മർച്ചൻസ് അസോസിയേഷൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച് മാനത്തുമംഗലം മുണ്ടത്ത് പാലത്തിന് സമീപം അവസാനിച്ചു. ഒരു ധർണയാണ് അതിനൊപ്പം സംഘടിപ്പിച്ചത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്തത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദാണ്. അധ്യക്ഷത വഹിച്ചത് മർച്ചൻസ് അസോസിയേഷൻ പെരിന്തൽമണ്ണ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ PTS മൂസുവാണ്. അതോടൊപ്പം വ്യാപാരി ഭാരവാഹികളായ മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, നേതാക്കളായ ലിയാഖത്ത് അലി ഖാൻ, മുൻ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ഖാജ മൊഹീദ്ദീൻ, പിന്നെ കാരയിൽ ഇബ്രാഹിം, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം, വനിതാ വിങ്ങിൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ജമീല ഇസുദ്ദീൻ, റഷീദ ഡാലിയ, അതുകൂടാതെ മർച്ചൻസ് അസോസിയേഷൻ്റെ തന്നെ ഭാരവാഹിയായ വാര്യർ S ദാസ് തുടങ്ങി പ്രമുഖ വ്യാപാര സംഘടനാ നേതാക്കളാണ് ഈ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ഈ ധർണ ഒരു സൂചന എന്ന് മാത്രമല്ല അവർ പറയുന്നത്, ശക്തമായ സമരങ്ങൾക്ക് മുന്നോടിയായി നടത്തുന്ന ഒരു സൂചനയാണ്, അതൊരു മുന്നറിയിപ്പാണ്. ഈ സമരം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ
ശക്തമായ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നും വ്യാപാരി നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്, നിള 24 ലൈവ്.